ട്രെൻഡിങ് എന്താണെന്നറിയോ? റോസ്മേരി വാട്ടർ. അങ്ങനെ ഞാനത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി. ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. നല്ല റിസൾട്ട് തരുന്നുണ്ട്. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം റോസ്മേരിയുടെ ചെടിയൊക്കെ പണ്ട് മുതലേ ഉണ്ടെങ്കിലും ഇപ്പോഴാണ് അതങ്ങ് ട്രെൻഡായി വന്നത്. സോ ഇതിൻ്റെ ബെനഫിറ്റ്സ് ആൻഡ് ഹൗ ടു യൂസ് ആൻഡ് മൈ പേഴ്സണൽ റിവ്യൂ ഇതൊക്കെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം പ്ലീസ് ടു സബ്സ്ക്രൈബ്. മാർക്കറ്റിൽ ഒരുപാട് റോസ്മേരിയുടെ പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിലും ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറാണ്. ഇവർക്ക് തന്നെ ഇതിൻ്റെ എസെൻഷ്യൽ ഓയിലും കൂടെ ഉണ്ട്. അപ്പം അത് ഇച്ചിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് അത് ഡയലൂട്ടഡ് ഫോമിൽ ഉപയോഗിക്കാനാണ് ഇച്ചിരി കൂടെ നല്ലത്. ഈ ഒരു റോസ്മേരിയുടെ വാട്ടർ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യും. ഇതിൽ ആൻറ്റി മൈക്രോബിയൽ ഓർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് താരനൊക്കെ പോകാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് സ്യൂട്ടാവുന്നതാണ്. ഇത് സ്റ്റൈലിംഗ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റോസ്മേരി വാട്ടർ ഉപയോഗിക്കാറുണ്ട്. ഫ്രിസി ഹെയർസൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പം നന്നായിട്ട് ആ ഒരു ഫ്രിസിനെസ്സൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം പർപ്പിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എബവ് 4 അല്ലെങ്കിൽ 4.5 എങ്ങനെ പോയാലും ഇതിന് റിവ്യൂസ് ഉണ്ട്. ഈവൻ ഡോക്ടേഴ്സ് പോലും ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ 2 രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം സ്കാൽപ്പ് മുഴുവനും സ്പ്രേ ചെയ്തിട്ട് അതങ്ങനെ തന്നെ വിടുക, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുക. പക്ഷേ ഓവർനൈറ്റ് വെക്കുമ്പോഴത്തേനും ആ നനവോടെ അങ്ങനെ ഒരിക്കലും കിടക്കാൻ പോകരുത്. ജസ്റ്റ് ആ ഒരു നനവൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കിടക്കുക. അല്ലെങ്കിൽ ഡാൻഡ്രഫ്, സ്പ്ലിറ്റൻസ് അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് കുറേ പേർക്കുള്ള ഡൗട്ടാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതൊക്കെ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് ഇത് ഉപയോഗിക്കരുത്. പിന്നെ ബോയ്സിന് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവർക്കും ഹെയർ ഗ്രോത്ത് കാണുന്നതായിട്ട് കുറേ റിവ്യൂസൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു ടൈം വരെ നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഡെങ്കി ഫീവർ വന്നതിന് ശേഷമാണ് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ലൊരു വ്യത്യാസമുണ്ട്. ബേബി ഹെയർസൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പേഴ്സണലി ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയത്, ഇത് ഉപയോഗിക്കുമ്പം ഒരു തലവേദന പോലെ തോന്നിയിട്ടുണ്ട്. ചെറിയൊരു നീരുവീഴ്ചയൊക്കെ പോലെ തോന്നാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് നൈസാണ്. ഞാനിത് ഹെയറിൽ സ്പ്രേ ചെയ്യാറില്ല. സ്കാൽപ്പിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ബിഫോർ ആൻഡ് ആഫ്റ്റർ വാഷ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒന്നെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന് മുന്നേയും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഓവർനൈറ്റ് ഇത് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഈർപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഓവർനൈറ്റ് അതങ്ങനെ ലീവ് ചെയ്ത് വെക്കുകയാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിറ്റമിൻ ഇ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തിളപ്പിക്കുമ്പോൾ മിൻറ്റ്, ക്ലോവ്സ് ഒക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ബെനിഫിറ്റ്സ് ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ pH ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് അടിപൊളിയാണ്, സേഫ് ടു യൂസാണ്. ഈ സ്പ്രേ ബോട്ടിലിൽ ഒരു ഓഫ് ആൻഡ് ഓൺ ബട്ടൺ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആയിട്ട് പോകാണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 4 to 5 ഡേയ്സിൽ ഇതിരിക്കുകയുള്ളൂ. ഓഫ് ബട്ടണിലായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ പ്രൊഡക്റ്റ് ലീക്ക് ആവുമൊന്നുമില്ല. വീക്ക്ലി ട്വൈസ് ആണിത് യൂസ് ചെയ്യേണ്ടത്. ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യണവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ പ്രൊഡക്റ്റ് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പിന്നെ കണ്ടിന്യൂ ചെയ്യുക. പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഒറ്റ യൂസേജിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് 2 സ്പൂണൊക്കെ ഡ്രൈഡ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ല ഫ്ലെയിമിൽ ബോയിൽ ചെയ്യുക. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് അതങ്ങനെ തന്നെ വച്ചേക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു സത്ത് കിട്ടുകയുള്ളൂ. എന്നിട്ടൊരു തുണി വെച്ച് നല്ല പോലെ അരിച്ചെടുക്കുക. ഇതിനൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ളൊരു സംഭവമായിരിക്കും കിട്ടണത്. വീട്ടിലുണ്ടാക്കണതാകുമ്പം ഡ്രൈ ഹെയറിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അപ്പം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഓയിൽ ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. സ്പ്രേ ബോട്ടിലൊക്കെ ആകുമ്പം എളുപ്പത്തിന് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലേഴ്സൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കുക. പിറ്റേ ദിവസം അരിച്ചെടുത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. എന്നാലും ബോയിൽ ചെയ്തെടുക്കുന്നതാണ് ഇച്ചിരി കൂടെ ബെറ്റർ. ഇതിൻ്റെ ലീവ്സ്
ഡ്രൈഡ് ലീവ്സ് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഇൻ ഷോർട്ട് ഇത് ഭയങ്കര ഗുണങ്ങളുള്ളൊരു സംഭവമാണ്. ഈ റോസ്മേരിയുടെ കുറേ ഫേക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അതൊന്നും പോയി വാങ്ങിക്കാണ്ടിരിക്കുക. മാക്സിമം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേനും അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് പർപ്പിളിൽ നിന്നാണ്. ആപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെയാണ് പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ സ്പെല്ലിങ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പം ആമസോണിൽ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ അവൈലബിൾ ആണ്. അതെന്തുമാത്രം നല്ലതാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് അടിപൊളിയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഡെങ്കി ഫീവർ വന്നതിന് ജസ്റ്റ് തൊട്ട് മുന്നേ എടുത്തൊരു വീഡിയോ ക്ലിപ്പാണ്. ഇതിവിടെ എന്തായാലും കിടക്കട്ടെ. പഴയ അത്രയും ചേഞ്ചസ് അങ്ങോട്ട് വന്നില്ലെങ്കിലും അത്യാവശ്യം കുറേ ബേബി ഹെയർസൊക്കെ വന്ന് ഞാൻ ഓൾറെഡി ഹാപ്പിയാണ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ. I'm used to waiting. Are you